നിയമസഭയിൽ നടന്നത് എല്ലാവരും കണ്ടതാണ്. മാധ്യമങ്ങൾ എല്ലാവരും അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. മാധ്യമങ്ങൾ മാത്രമല്ല, നിയമസഭയ്ക്കകത്ത് ശബ്ദവും ദൃശ്യവും എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ അവിടെ നടന്ന ഒരു സംഭവത്തിൽ ഇത്തരം ഒരു ഹീനമായ ആരോപണം ഉന്നയിച്ച് കേസ് ഒന്ന് രണ്ട് സ്ത്രീകളെ കൊണ്ട് കൊടുപ്പിച്ചത് അത് എവിടെയും നിൽക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ നിയമസഭയിൽ നടത്തിയ അതിക്രമങ്ങളെ അത് പ്രതിരോധിക്കുന്നതിനായി ഇത്തരമൊരു വ്യാജ ആരോപണം കെട്ടിച്ചമച്ചതായിരുന്നു. പക്ഷേ അത് ഉണ്ടാക്കിയ ഒരു മാനസിക വ്യഥ വളരെ വലുതാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും അത് വലിയ ഒരു പ്രയാസം ഉണ്ടാക്കി. തിരുവനന്തപുരത്ത് കോടതിയിൽ സ്വകാര്യ അന്യായം കൊടുത്തു. ആ സ്വകാര്യ അന്യായം ഫയലിൽ സ്വീകരിച്ചു. അതിനെതിരെയാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയത്. ഹൈക്കോടതി ഇപ്പോൾ ആ കേസുകൾ ക്വാഷ് ചെയ്ത് ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. അതിൻ്റെ വിധിപ്പകർപ്പ് എനിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ക്വാഷ് ചെയ്തു എന്നാണ് ഉത്തരവ് എന്ന് ഓപ്പൺ ബെഞ്ച് പറയുകയുണ്ടായി എന്ന് എൻ്റെ അഭിഭാഷകൻ എന്നെ വിളിച്ച് പറയുകയുണ്ടായി. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമസഭയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അന്നത്തെ പ്രതിപക്ഷം ചെയ്തത്. അതിനകത്ത് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും പങ്കാളികളായിരുന്നു. വ്യക്തമായി അക്കാര്യത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു കള്ള പെറ്റീഷൻ കൊടുക്കാൻ ഇടയായത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിനുശേഷം ഓരോ സന്ദർഭത്തിലും ഈ കേസ് കുത്തിപ്പൊക്കാനും വാർത്തകൾ സൃഷ്ടിക്കാനും ഉയർന്ന തലത്തിലുള്ള പോലീസ് എൻ്റെ ടീമിനെ വെച്ച് ഇത് അന്വേഷിപ്പിച്ച് കൂടുതൽ കേസ് ചാർജ് ചെയ്യാനും ഒക്കെയുള്ള വലിയ പരിശ്രമങ്ങൾ ഉണ്ടായി. ഹൈക്കോടതിയിലും CPM മുൻകൈയെടുത്താണ് ഈ കേസ് നടത്തിയത് എന്നതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണ ഉണ്ട്. പക്ഷേ അതൊന്നും വിലപ്പോയില്ല. സത്യം യഥാർത്ഥത്തിൽ ജയിക്കും എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ സത്യം എന്നാണ് ജയിക്കുക? അതിന് എത്രമാത്രം വില കൊടുക്കേണ്ടി വരും? ഈ കേസ് മുന്നോട്ട് ആ നിലയിലാണ് പോകുന്നതെങ്കിൽ എത്ര കാലം കൊണ്ടാണ് ഈ കേസ് തീരുന്നത്? അതുവരെ അത് ഉണ്ടാക്കാവുന്ന ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, മാനസിക വ്യഥകൾ എത്ര വലുതാണ്? ഇതൊന്നും രാഷ്ട്രീയ കുതന്ത്രങ്ങൾക്ക് നേതൃത്വം കൊടുത്ത CPM ആലോചിക്കേണ്ടതില്ല. അവർക്ക് ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കിയെടുത്ത് ഒരു സ്വകാര്യ അന്യായം കൊടുപ്പിച്ച് ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണ് അവർ ചെയ്തത്. ഹൈക്കോടതി ഏതായാലും അക്കാര്യത്തിൽ ഒരു നല്ല വിധിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അന്ന് KM മാണി സാറിനെതിരെയായിരുന്നു ഈ പോരാട്ടം മുഴുവൻ. KM മാണി സാറിൻ്റെ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് അവർക്ക് ഇതിൻ്റെ ഒന്നും ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ അറിയേണ്ടതില്ലല്ലോ. രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യമാക്കുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷേ ഇത് ഏതായാലും ഹൈക്കോടതിയിൽ നിന്ന് ഒരു നല്ല വിധിയുണ്ടായി. അത് സ്വാഗതാർഹമാണ്. അത് നീതിപീഠത്തോടുള്ള എൻ്റെ ബഹുമാനം വീണ്ടും വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിധിയാണ് ഉണ്ടായത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.